സ്നേഹചൈതന്യമേ ജീവസംഗീതമേ കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം. സ്വർഗസായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, പാടുന്നു നിൻ ദിവ്യഗീതം. കാഴ്ചയായി വന്നിതാ ഏകിടാം ജീവിതം തിരുപാദ സന്നിധിയിൽ. അരുണോദയങ്ങളിൽ കുളിരാർന്നു പെയ്തിടും പനിമഞ്ഞുപോൽ എൻ ജീവനിൽ അലിയുന്നു നീ. ഒന്നായി ജീവിതം സൗഭാഗ്യമാകുവാൻ ഇരുഹൃദയമൊരു മനമായി. മനസ്സിൻ്റെ വാതിലിൽ നിറമേഴുമേകിടും മഴവില്ലുപോൽ വെൺശോഭയായി തെളിയുന്നു നീ. ഇടയനാമേശുവേ കനിവിൻ്റെ നാഥനേ പ്രിയനാഥനേശുവേ കരുണാർദ്ര സ്നേഹമേ തിരുഹൃദയമിനി അഭയം. സ്നേഹചൈതന്യമേ ജീവസംഗീതമേ കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം. സ്വർഗസായുജ്യമേ ആത്മസാഫല്യമേ ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, പാടുന്നു നിൻ ദിവ്യഗീതം. കാഴ്ചയായി വന്നിതാ ഏകിടാം ജീവിതം തിരുപാദ സന്നിധിയിൽ. കാണിക്കുന്നത് നമ്മുടെ ഒരുമയാണ്. ോടെ ഈ കുഞ്ഞു കുരുന്നുകളെ ഇവിടെ കൊണ്ടുവന്ന എല്ലാം മലയാളി പോലെയാണ് ഒരു പെണ്ണ്. ആരും വഴക്കൂടണ്ട, എന്റെ മക്കളെല്ലാരും
ആത്മീയമായ മനസ്സിലാകുന്നത് നിങ്ങൾക്കാണ്. കാരണം 15ഓളം പ്രവാസികൾ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ പണം മുടക്കി സിനിമാ രംഗത്ത് നല്ല സൃഷ്ടികൾ, കലാസൃഷ്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 1.5 വർഷത്തോളം എടുത്ത ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് സ്വർഗം എന്ന മൂവി ഇപ്പോൾ റിലീസിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നത്. നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് പാട്ടുകൊണ്ടോ അല്ലെ വചന ശുശ്രൂഷ കൊണ്ടോ ഒക്കെയാണ്, അല്ലെ ദൈവശാസ്ത്ര പഠനത്തിലൊക്കെ ആയിരിക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് വരേണ്ടതെന്നുള്ളത് 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. സമയം അതിക്രമിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന്, നമ്മുടെ കഴിവുള്ള ഇപ്പോൾ തന്നെ എത്ര കുട്ടികളാണ് നല്ല മനോഹരമായിട്ട് ഡാൻസും സ്കിറ്റും ഒക്കെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ കഴിവുള്ള നല്ല കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു വേദി നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. നമുക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ഒരു സംഭവം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഒരു നല്ലത് ചെയ്ത് കാണിക്കാനുള്ള ഒരു ചുമതല നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ മൂല്യങ്ങളെയും വിശ്വാസത്തെയെല്ലാം ഇഴത്തി കാണിക്കുന്ന അനേകം സൃഷ്ടികൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്മയെ പ്രചരിപ്പിക്കുന്ന, ധാർമ്മികതയെ പ്രചരിപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ പ്രചരിപ്പിക്കുന്ന നല്ല സിനിമകൾ ഉണ്ടായേ പറ്റൂ, കലാരൂപങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമാണ് അതിനകത്ത് മറ്റൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് അനേകം സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല 1-2 പ്രൊജക്റ്റിൽ വരുന്ന നല്ല കുട്ടികളെയും അല്ലെങ്കിൽ യുവജനങ്ങളെയൊക്കെ പിന്നീട് വലിയ മേഖലകളിലേക്ക് അവർ വളരുന്ന ഞാൻ കണ്ടു. 1.5 വർഷം ഞാൻ ഇതിനകത്ത് മാത്രം പ്രവർത്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഡബ്ബിങ്, എഡിറ്റിങ്, അതുപോലെ തന്നെ കളറിങ്, ലാബിങ്, ആർട്ട് വർക്കുകൾ, അതോടൊപ്പം തന്നെ അഭിനയിക്കാനുള്ള സാധ്യതകൾ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ തുടങ്ങിയ ആയിരക്കണക്കിന് സാധ്യതകൾ ഈ സിനിമാ മേഖലയിലുണ്ട്, അല്ലെ മേഖലയിലുണ്ട്. അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നിങ്ങളെല്ലാവരും സ്വർഗം എന്ന സിനിമ ഇവിടെ റിലീസ് വരും. നിങ്ങളുടെ നാട്ടിലുള്ള ബന്ധങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നല്ല കലാസൃഷ്ടികൾ നിലനിൽക്കണമെങ്കിൽ ഈ പൈസ നമുക്ക് തിരിച്ചു വന്നാൽ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. അതിനാൽ വലിയ മാർക്കറ്റിംഗ് നടത്തി കോടികൾ മുടക്കാൻ നമുക്കില്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും സിനിമ തിയേറ്ററിൽ കാണാനും നിങ്ങളുടെ ബന്ധുക്കളെ കാണിക്കാനും ശ്രമിക്കുക. രണ്ടാമത്, CN ഗ്ലോബൽ മൂവീസ് എന്ന് പറയുന്ന നിങ്ങൾ യൂട്യൂബോ സൈറ്റോ ഒന്ന് ഓപ്പൺ ആക്കുക. അതിൽ നല്ല ഗാനങ്ങളുണ്ട്, നിങ്ങളത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക. ഞങ്ങളുടെ അധ്വാനത്തിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ പറയൂ? അത് സപ്പോർട്ട് ചെയ്യുമോ? യെസ്. പ്രവാസികളായി നിങ്ങൾക്കറിയാം എത്ര നാൾ അധ്വാനിച്ചാലാണ് ഈ പൈസ ഉണ്ടാകുക എന്നുള്ളത്. 12 കോടി വന്നാൽ 4 കോടി പ്രൊഡ്യൂസറുകൾ. അത്രയും പ്രശ്നങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട്. നമ്മുടെ പണമല്ല ഉള്ളത്, നമുക്ക് നിങ്ങളെപ്പോലുള്ള സഹോദരങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി വളരണം, നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ടാകണം. ഇപ്പോൾ ട്രെയിലർ ഇടേണ്ടതായിരുന്നു, ഒരു 2-3 മിനിറ്റ് താമസമുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വരാൻ. 1 മിനിറ്റ് താഴെയുള്ള ഒരു ട്രെയിലർ നിങ്ങളെ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് അത് കാണിക്കും. അപ്പോൾ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതിന് അവസരം തന്ന കൂടാരം ടീം, പ്രത്യേകിച്ച് സോജിൻ ചേട്ടനും അതുപോലെ നമ്മുടെ വൈദികർ, അച്ഛന്മാരെല്ലാം പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് മാത്രമേ ഞങ്ങളുടെ ബലമുള്ളൂ. അറിയാൻ മേലാത്ത മേഖലയായിരുന്നു, ദൈവം കൂടെ നിന്നു. താങ്ക് യു.